വിവേകമുള്ള 5 സ്ത്രീകളെക്കുറിച്ചും വിവേകശൂന്യകളായ 5 സ്ത്രീകളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഗോസ്പൽ. അവരെല്ലാവരും എണ്ണയും കരുതിയിരുന്നവരാണ്. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെ പേരിൽ 5 പേരുടെ എണ്ണ തീർന്നുപോയി. എണ്ണ തീർന്നു പോയപ്പോൾ മണവാളൻ പെട്ടെന്ന് വന്നു. ഈ സമയത്ത് എണ്ണ തീർന്നവർ പോയി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ കുറച്ച് എണ്ണ തരുമോ, ഞങ്ങളുടെ എണ്ണ തീർന്നു പോയി. അപ്പം മറ്റേവർ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങൾക്ക് കൈമാറാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ എണ്ണയുള്ളൂ, അങ്ങനെയൊന്നും കൈമാറാൻ പറ്റില്ല. ഈ ഒരു വാക്ക് വല്ലാണ്ട് നമ്മളെ ചിന്തിപ്പിക്കണം. ഓരോരുത്തരും അവരവർ വേണ്ടി, യജമാനു വേണ്ടി കരുതി വയ്ക്കുന്ന എണ്ണ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്താൽ ശരിയാകില്ല. അതുകൊണ്ട് അവനവൻ്റെ എണ്ണ കരുതി സൂക്ഷിച്ചു കൊള്ളണം. അതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമുക്ക് നൽകുന്ന വെളിച്ചം. ഈ ഭൂമി ജീവിതത്തിനിടയിൽ ദൈവത്തിന് വേണ്ടി കരുതി വയ്ക്കുന്ന എല്ലാം കൈമാറാമെന്ന് ആരും ചിന്തിച്ച് കളയരുത്. അവരവർ ദൈവവുമായിട്ട് റിലേഷൻഷിപ്പിൽ കാത്തു സൂക്ഷിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങൾക്കിടയിലും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൈമാറപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ചൊല്ലിത്തീർക്കേണ്ട പ്രാർത്ഥന, നമ്മൾ ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട നന്മകൾ, നമ്മൾ ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട പുണ്യങ്ങൾ, ഇങ്ങനെ എന്തിൻ്റെ പേരിലും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു എണ്ണയുണ്ട്. അതൊരിക്കലും കളഞ്ഞു കുളിക്കാത്ത ഒരു ജീവിതം നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ജീവിച്ച ഒരാളുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്, വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ. ഇന്നലെ സഭ വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ആഘോഷിച്ചു. ഈ മോനിക്കയുടെ തിരുനാളിൻ്റെ പ്രത്യേകത എന്താണ്? മോനിക്കയെ സഭ ഓർക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ അഗസ്റ്റിനിലൂടെയാണ്. അഗസ്റ്റിൻ വിശുദ്ധനായപ്പോൾ അത് അമ്മയുടെ കണ്ണുനീരായിട്ട് കാത്തുസൂക്ഷിച്ചു. പക്ഷെ അതിന് മറുവശം കൂടിയുണ്ട്. കൺഫെഷൻ എന്ന അഗസ്റ്റിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് 40 വർഷക്കാലം ആ അമ്മ കരഞ്ഞു എന്നാണ്. ഈ മകനെ ഓർത്ത് ആ അമ്മ കരഞ്ഞിടത്തൊക്കെ തറയിൽ കണ്ണീര് ഒഴുകി ഒഴുകി അത് വല്ലാണ്ട് ചാലുപോലെ ആയിട്ടുണ്ടെന്നൊക്കെ കൺഫെഷൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്. എന്നാൽ ഈ 40 വർഷത്തിന് ശേഷം എന്ത് സംഭവിച്ചു? പിന്നീട് അയാൾ സൂക്ഷിച്ചൊരു എണ്ണയുണ്ട്, അയാൾ കാത്തുസൂക്ഷിച്ച വിശുദ്ധിയുണ്ട്, അയാൾ സഭയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടമുണ്ട്, അയാൾ എഴുതി തീർത്ത പ്രബന്ധങ്ങളുണ്ട്. ഇങ്ങനെ അദ്ദേഹം പിന്നെ സൂക്ഷിച്ച എണ്ണയുടെ പേരിലാണ് അദ്ദേഹം വിശുദ്ധനായി മാറുന്നത്. ഒരു കൺവേർഷന് അമ്മയുടെ കണ്ണുനീര് കാരണമായിട്ടുണ്ട്. പക്ഷേ കൺവേർഷന് ശേഷം അയാൾ സൂക്ഷിച്ച ഏറ്റവും നന്മയുള്ള വിശുദ്ധിയും പുണ്യങ്ങളും തന്നെയാണ് അയാളെ വിശുദ്ധിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മാനസാന്തരത്തിന് അമ്മയുടെ കണ്ണുനീർ കാരണമായെങ്കിൽ വിശുദ്ധിക്ക് അയാളുടെ പുണ്യങ്ങൾ കാരണമായി. ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് എത്തേണ്ടത് അവരവരുടെ പുണ്യങ്ങൾ കൊണ്ടാണ്. അങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ കാത്തുസൂക്ഷിച്ച എണ്ണ പോലെ നമ്മുടെ ജീവിതത്തിലും സൂക്ഷിക്കേണ്ടതാണ് വിശുദ്ധി. നമ്മുടെ ജീവിതത്തിലും സൂക്ഷിക്കേണ്ടതാണ് പുണ്യങ്ങൾ. പറ്റിപ്പോയെന്ന് കരുതിയാൽ അവസാനം കഥകടയ്ക്കുമ്പോൾ ക്രിസ്തു എന്ത് പറയുമെന്നറിയോ? എനിക്ക് നിന്നെ അറിയില്ല. എത്ര നിങ്ങൾ കാത്തിരുന്നത് കൊണ്ട് കാര്യമില്ല, എണ്ണയില്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കപ്പെടും. അപ്പോൾ നിങ്ങൾ എത്ര മുട്ടിയാലും ഈ വാക്ക് മാത്രമേ കേൾക്കത്തുള്ളൂ, ഞാൻ നിന്നെ അറിയില്ല. അങ്ങനൊരു സ്ഥലം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.